ഞങ്ങള് പോണോ നിങ്ങള് വരുന്നുണ്ടോ ഇല്ലേ ഇപ്പൊ പോണോ? ആ ഞങ്ങൾ എന്തായാലും പോകും. ആ കൊണ്ടാക്കി തരാം. അന്ന കൊണ്ടുപോല ഞാൻ വെറുതെ വരണ്ട. അവരവിടെ മീൻ പിടിക്കാണ് നടപടി ചോടി കയറി വേഗം കൂടെ ആരാണെന്ന് അറിയണ്ട ഒന്നും അറിയണ്ട. കൊണ്ടുപോല അക്കൂനെ ഞങ്ങള് നിലമ്പൂർ പോകും. അക്കൂന് നിലമ്പൂർ വീട്ടിക്ക് പോണെന്ന്. നാളെ രാവിലെ ഞങ്ങള് വരാട്ടോ. ഞങ്ങള് നിക്കൂലട്ടോ, ഞങ്ങള് തിരിച്ചിങ്ങോട്ട് വരുവേ. നാളെ ഞങ്ങക്ക് ഇവിടുന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് പോരും നിന്നെ ആക്കിയിട്ട്. നാളെ രാവിലെ ഞങ്ങൾ എന്നിട്ട് എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ട് പോകും. എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് എടുത്തിട്ട് പോകും കേട്ടോ. ഞങ്ങൾ കൊണ്ടാക്കിയിട്ട് വരാം. നന്ദനെ ആക്കുനെ അവിടെ ആക്കിയിട്ട് നിങ്ങൾ പോരും കേട്ടോ. ഓക്കെ, ഇവരൊക്കെ ഖത്തറിക്ക് നിങ്ങൾ പോയിക്കോളൂ കേട്ടോ. ഓല് ഇവിടെ ഞങ്ങളടുത്ത് നിന്നോളൂ. കോക്കൂന്റെ അടുത്ത് കരയുമ്പോ കോക്ക് ഇങ്ങോട്ട് കൊണ്ടാക്കും. ഇവിടുന്ന് കരയുമ്പോ ഞങ്ങള് കോക്കൂന്റെ അടുത്ത് കൊണ്ടാക്കും. ഇല്ലല്ല ഇല്ല, നമുക്ക് അക്കൂനെ മാത്രം നിലമ്പൂരി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം കേട്ടോ. അക്കുനെയും കൊണ്ടാക്കണം, നന്ദനി കൊണ്ടോ? ഓക്കെ ഓക്കെ. അച്ഛനോട് പറഞ്ഞു അക്കൂനെ നിലമ്പൂർ വീട്ടിൽ കൊണ്ടാക്കാൻ ഇറങ്ങുക കേട്ടോ. ടാറ്റാ, നന്ദി പോവാണേ. അങ്ങനെ അക്കൂന് നിലമ്പൂർ വീട്ടിലേക്ക് പോണം രാത്രി എന്ന് പറഞ്ഞ് ബഹളായിരുന്നു. ഞങ്ങൾ നാളെ രാവിലെ നിലമ്പൂർ ഒന്ന് ഇറങ്ങി പോവാന്നാ കരുതിയത്. പക്ഷെ ഇന്ന് അക്കു വാശി പിടിച്ചിട്ട് ഞങ്ങൾ അക്കുനെ നിലമ്പൂർ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ കേട്ടോ. നാളെ ഞങ്ങൾ പോണ വഴിക്ക് അക്കുനെ അവിടെ നിന്ന് എടുക്കും. ഡുട്ടു മതി മതി. എന്തുണ്ടോ അവിടെ? ഉറങ്ങിയില്ല? ഓനവിടെ ആക്കാൻ വന്നതാ. ചന്തു ഉറങ്ങിയില്ല. ഞാൻ കുട്ടി ഉണരുന്ന് കരുതി. ഇപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു. മുത്തശ്ശി മാമന്റെ അടുത്ത് പോയി. പെരുങ്കരച്ചിലായിരുന്നു അക്കു കേട്ടോ, പെരുങ്കരച്ചില്. അപ്പൊ അവിടെ കൊണ്ടുപോയിക്കൂടായിരുന്നു നിങ്ങൾക്ക് പോകുമ്പോ? ഞാൻ അറിഞ്ഞില്ല അത് ഈ സൂവിന്റെ കാര്യം കൊണ്ടാണ്. അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ. നാളെ രാവിലെ ഒരുങ്ങി നിന്നോണ്ട് കേട്ടോ വരുമ്പേക്ക്. ചേച്ചിക്ക് ടാറ്റ ഉണ്ടാ? ടാറ്റാ, ബൈ ബൈ. നന്ദക്കുട്ടി, ഇത് ആര് വാങ്ങി തന്നു ഉടുപ്പാ? നന്ദക്ക് ഷൂ ആരാ വാങ്ങി തന്നേ? ഈ കുട്ടീനെ ആരാ വാങ്ങി തന്നേ? ഇതാരാ വാങ്ങി തന്നേ? ആന്റി വാങ്ങി തന്ന? ആന്റി പേരെന്താ? പ്രിയ ആന്റി. ആരാ പ്രിയ ആന്റി? അന്ന് വന്ന പ്രിയ ആന്റി അല്ലേ? ചാച്ചൻ വന്നോ? ഖത്തർ പോവാട്ടെ. അക്കു ഇവിടെ അച്ഛ വീട്ടിലുണ്ട് അല്ലേ? പോവില്ല എന്താ? എല്ലാരോടും പറഞ്ഞ പോവാണെന്ന്. അച്ഛൻ ഉടുപ്പിടൂലെന്നാ പറഞ്ഞു. ഉടുപ്പിട്ടാ കൊണ്ടുപോവാന്നാ പറഞ്ഞത്. എന്താ എന്റെ അക്കു എവിടെ? അക്കു എവിടെ? പുറത്തുണ്ട് അല്ലേ? നിലമ്പൂര് വീട്ടിലുണ്ട് അല്ലേ? അക്കുനെ കൂട്ടണ്ടേ ഖത്തറിക്ക്? അക്കു വേണം കേട്ടോ.
എരിവുള്ളതൊക്കെ ഇഷ്ടമാണോ? എന്തേ പറ്റിയില്ലേ? അച്ഛ വാന്ന് ടാറ്റ ഒരു ഐഫൈ കൊടുത്തേക്ക്. ലവ് യു. ടാറ്റ പോവാണോ? എവിടെയാ പോണേ പറഞ്ഞു കൊടുക്ക്. എവിടെ പോണേ? ഇതെന്താ അമ്മി മോളിന്ന് ബ്ലാക്കും ആണല്ലോ. ഇത് അവള് ബ്ലാക്ക് ഇട്ട തന്നെയാണ്. ഇതാ പ്രിയ ചേച്ചി വാങ്ങിച്ചാട്ടോ. ചേച്ചി നമ്മളെ കട വന്നില്ലേ, പ്രിയ ചേച്ചി വാങ്ങി തന്ന ഉടുപ്പാട്ടോ. പ്രിയ ചേച്ചി വാങ്ങിയത് ഷൂവാണ്. ഇതിട്ട കംഫർട്ടാണ്. എനിക്ക് പാല് കൊടുക്കാനൊക്കെ ഈസിയാണ് എയർപോർട്ടിൽ നിന്ന്. അയ്യോ ഇത് വേണമെന്നോ? ഇത് കൊക്കിപ്പം മുറിച്ച് തരും. തിന്നാൻ നേരം ഉണ്ടോ നമുക്ക് പോവാന്? എങ്ങനെ പോയി വരാൻ ഖത്തറിന്ന് കാണാൻ ഖത്തറിന്ന് കാണാൻ അവിടെ അജി ഉണ്ട് പറ. അജി ഉണ്ട് അല്ലേ? പിന്നെ ആരല്ലേ? ഏറോപ്പഴം പോട്ടെ ഞങ്ങള്. എന്തിനാ പോവാ? പഠിക്കണോ? എഴുതിയൊക്കെ പഠിക്കണേ. ഗുഡ് ഗേൾ ആവണേ കേട്ടോ. നല്ല പൊന്നാവണേ. അക്കു പോവല്ലേ? കരഞ്ഞു ഇവിടെ പോന്ന ആളാട്ടോ അത്. എന്നിട്ട് എവിടെ അച്ഛൻ? അതെന്തേ പോവാൻ നേരത്ത് കാത്തു നിന്നില്ലേ? അതെന്തേ? പോട്ടെ കുഞ്ഞ. കൊടുക്കൊരു ഉമ്മ. അതൊക്കെ ഒരു കുറുമ്പത്തില് നിർത്താൻ നോക്കും. പോട്ടെ. ആരെ കേടാക്കിയത് എന്ന്? ഇത് കോക്ക് കേടാക്കിയതാണ് കണ്ടോ. അജുമാമന്റെ ആണ്. ടാറ്റ കൊടുക്കൂ. ചന്തു ബൈ. എന്റെ മുഖത്തൊക്കെ കൊതു അടിച്ചിരുന്നു. അച്ഛനും അമ്മയും വരും കേട്ടോ. കുട്ടി കരയൊന്നും വേണ്ട കേട്ടോ. ഹാപ്പി ആയിട്ട് പോ കേട്ടാ. ഇല്ലാടാ അങ്ങനെ ചെയ്യല്ലേ കേട്ടാ. അമ്മേന്റെ കൂടെ ഇല്ല, അമ്മേനെ കൊണ്ടുപോകുന്നില്ല. അമ്മ കുട്ടി വെച്ചോ. അച്ഛൻ വരൂടാ, എന്തായാലും വരൂട്ടാ. അത് അടിച്ചു കൊടുക്കണം ഖത്തർ കേട്ടാ. ഈ കരഞ്ഞ അച്ഛനെ വിഷമിക്കല്ലോ. എന്നാ നല്ല കുട്ടിയായിട്ട് ബൈ പറ. ഹാപ്പി ആയിട്ട് പോ കേട്ടാ. നന്ദ അപ്പേക്ക് ഒരു കടേന്റെ അടുത്ത് കൂടെ വണ്ടി പോയേ. അപ്പൊ നന്ദ പറയാ ലേസ് വേണമെന്ന്. അച്ഛനോട് പോവാണെന്ന് പറയാ. നന്ദ പോവാണ് കേട്ടോ. അച്ഛാ ബൈ. ഞങ്ങൾ പോവാട്ടോ. അതിലൂടെ വരില്ല കേട്ടോ. ഇല്ല, കളിയൊന്നും ആക്കൂല. എന്നാ ശരി വെച്ചാ. അതിലൂടെ വരൂല കേട്ടോ. ആ കൊണ്ടോട്ടി ഇല്ലേ? ജിഷ്ണു മാമനെ കാണൂലേ നന്ദ? നന്ദ വായോ. അതെന്തിനാ അറിയോ? അതിന് കയറണോ? നടക്കൂല. അതാ ആ മാവന്മാരടിക്കും നമ്മളെ.
എന്ത് ഇതിൽ കയറാൻ പറ്റൂല. പ്ലീസ് ഒന്നും പറയാ. അതിനുണ്ടല്ലോ ഡ്രൈവർ ഇല്ലാതെ എങ്ങനെ ഓടിക്കും? ഡ്രൈവർ മാമൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു പോവാൻ പറ്റുമോയെന്ന്. ഇപ്പോൾ ഡ്രൈവർ ഇല്ല കേട്ടോ. പോവില്ല നമുക്ക് തിരിച്ച്. എന്നാ വാ, നമുക്ക് ഖത്തറിന് അമ്മ കയറ്റിത്തരാം. അക്കു പോയാലോ എന്ന്. അക്കി പോണ്ട. പിന്നെ അക്കുവിനോട് പറഞ്ഞാൽ അക്കുനോട് സാധിച്ചു തരുമല്ലോ. അക്കു പോയാലോന്നോ? വാങ്ങിക്കണ്ട. എങ്ങനെയാ? അക്കു മെലിഞ്ഞോ? എന്താ തോന്നുന്നേ? അക്കു മെലിഞ്ഞോ? കുറച്ച് മെലിഞ്ഞു. അയ്യോ, എണീക്ക് വേഗം. ഉറങ്ങിയോ? ഉറങ്ങിയോ? ഉറങ്ങി ഇനിയിപ്പോൾ ഞാൻ എടുക്കണോ? നീ എന്നെ എടുത്തോ? അതാ പോയില്ലേ? ഇവിടെ തമ്മ കാണിച്ചിടാം. എന്താ പൊട്ടിപ്പോ കണ്ടോ? പറിച്ചെടുക്കരുത്, അത് പൊങ്ങിപ്പോവും. ഇതിങ്ങനെ ഗ്ലാസ് തുടച്ച് വൃത്തിയാക്കുന്നതാണ് കുഞ്ഞാ. കണ്ടോ? ഇങ്ങനെ തുടയ്ക്കാനുള്ളതാ. നന്നാ ആക്ക്. യെസ്, അത് മേലോട്ട് പോവും. അത് എടുത്താൽ മേലോട്ട് പോവും. അയ്യോ, ഹായ്. ചേച്ചി കൊണ്ടിടും. അവള് കൊണ്ടിട്ടോളും. അതാ ചാരി പോയി. എത്ര മിഠായി വായിലാക്കി നോക്കട്ടെ? വായ കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ. ആ, വാവയുടെ മിഠായിയൊക്കെ നന്ദക്കുട്ടി എടുത്തു അല്ലേ? ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ നന്ദ? ആ, ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ? ബട്ടർഫ്ലൈ ഉണ്ടോ ഡ്രസ്സുമേ? ഇത് വലിയ ബേബിയാ അല്ലേ? അയ്യോ, കുഞ്ഞു ബേബിയാണല്ലോ. ദാ അങ്ങനത്തെ ഒക്കെ വാക്ക് പറഞ്ഞല്ലോ.
സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ നല്ല കുട്ടിയായിട്ട്. കേട്ടോ നന്ദ, സീറ്റ് ബെൽറ്റ് ഇടണം കേട്ടോ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ, നല്ല മോളായിട്ട് കേട്ടോ. നന്ദ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കും, നോയിക്കോ നീ. നന്ദ സീറ്റ് ബെൽറ്റ് ഇടില്ലേ? നന്ദക്കുട്ടിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ നല്ല മടിയാണേ. പക്ഷേ എയർ ഹോസ്റ്റസ് വന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരെ പേടിയായതുകൊണ്ട് അനുസരിക്കും. അങ്ങനെ ചേച്ചി വന്ന് ഇട്ട് കൊടുത്തു, അപ്പോൾ അവൾ കേൾക്കും. ഞാൻ ഇടാൻ നോക്കിയാൽ സമ്മതിക്കില്ല. അവർ വന്ന് ഇട്ട് കൊടുത്താൽ നല്ല കുട്ടിയായിട്ട് അനുസരിക്കും. ഞാൻ ഇട്ട് കൊടുത്താൽ അവിടെ കരച്ചിലും ബഹളവുമാണ്. ഏറോപ്പഴം പോവാണെന്ന്. മഴയാണില്ലേ അക്കു? നന്ദ അടങ്ങിയിരിക്കുന്നുണ്ട് അവിടെ സീറ്റിലിരിക്കുക. അടങ്ങി നിൽക്കരുത്. നീ അവിടെ ഇരുന്നേ, സീറ്റിലിരുന്നേ. നന്ദ വീടില്ല, ഇരിക്കുക അവിടെ. ഫുഡ് വന്നപ്പോഴേക്കും നന്ദേൻ്റെ ക്ഷമ നശിച്ചു കേട്ടോ. ഇഷ്ടായോ? ഡ്രസ്സിലാക്കരുത്. റൈസും ഡാളും ഒന്നും നന്ദ കഴിച്ചില്ല കേട്ടോ. ഇന്ന് ഡെസേർട്ട് കഴിക്കുന്നുണ്ട് അല്ലേ? നന്ദ ഇഷ്ടമായില്ലേ ഡെസേർട്ട്? സ്പ്രൈറ്റ് കുടിക്കുക അല്ലേ? അതിന് ഉറക്കല്ല അല്ലേ? അമ്മ ഇത്തിരി കുടിച്ചോട്ടെ. അതിലുണ്ട് അതിലുണ്ട് അതിലുണ്ട്. നന്ദക്കുട്ടി നന്ദക്കുട്ടി എനിക്കല്ലേ ക്ഷീണിച്ചോ? Go together. വാ നമുക്ക് നടന്നു പോവാ. ആ വെരി ഗുഡ്. നന്ദ കടിക്കരുത്. മനസ്സിലായില്ല? ബർവാന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവണില്ല. എന്താണ് ബർവാന്ന് പറഞ്ഞാൽ? എനിക്ക് എന്താന്ന് അറിയില്ല. എന്താണ് എന്താ വേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ തരാം. അങ്ങനെ പറ. വെള്ളം എന്നാ പറയണ്ടേ കേട്ടോ. ആ അത് ഓക്കെ. തരാം, അത് തരാം, അതിന് കുഴപ്പമൊന്നുമില്ല. ബർവാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവാ നമുക്ക്? അങ്ങനെ പറഞ്ഞാൽ തരില്ല. അങ്ങനെ പറഞ്ഞാൽ തരില്ല. ശരിക്കും എന്താ അതിന് പറയാ? എന്നാ തരില്ല. കറക്റ്റായിട്ട് പറഞ്ഞാൽ തരാം. അങ്ങനെ പറ. അപ്പൊ അറിയാഞ്ഞിട്ടല്ല അല്ലേ? തരാം. നെറ്റ് കീറുട്ടോ. ആ നെറ്റ് കീറും. അത്ര ദൂരമൊന്നുമില്ല നടക്കാം, കുറച്ചുള്ളൂ. ട്രോളിയൊന്നും വേണ്ട, നടക്കൂ. എന്തെന്താ പറയുന്നേ? ഇതാ ഇവിടെ അടുത്തത് എത്ര ദൂരമുള്ളൂ നമുക്ക് നടക്കാൻ. നടക്ക്. അതിൽ ട്രോളില്ല, അതിൽ ട്രോളി ഉള്ളൂ. മേലിയില്ല. അക്കു വാച്ചെടുക്കാൻ മറന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു. അത്
ട്രോളി റേക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. നന്ദ, അവർ വന്ന് അടിക്കൂട്ടോ നിന്നെ. നീ കാരണം എനിക്ക് അടി കിട്ടും. നീ നടക്ക് പൊന്നെ. അമ്മയുടെ പൊന്നല്ലേ, അമ്മേനെ അടിക്കാട്ടോ ഒരു. അമ്മ കുഴങ്ങി. അക്കു എന്നെ എടുക്കാനോ? അതെന്താപ്പത്? ഊഞ്ഞാലല്ല, ഈ ചേച്ചിയുടെ ബാക്കിലാണ് നന്ദ നിൽക്കണ്ടേ. അങ്ങോട്ട് പോയി നിൽക്കരുത്. ടാറ്റാ പോവാ. അടുത്ത ഏറോ പഴത്തില്ലല്ലേ? ഏറോപ്പഴ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒമാന് വരെയുള്ള വീഡിയോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ബാക്കി എഡിറ്റ് ചെയ്യാനുള്ള കുറേ ടൈം എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അതൊരു ഫസ്റ്റ് പാർട്ട് പോലെ ഒമാൻ വരെ ഞങ്ങൾ എത്തി. ഇനി ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അടുത്ത പാർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ, എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്.